നമസ്കാരം. എൻ്റെ എല്ലാ സ്നേഹത്തുമ്പികൾക്കും ഹൃദയം നിറഞ്ഞ ഉത്രാട ദിന ആശംസകൾ. മെയ് 18 സംസ്ഥാനത്ത് അധികാരത്തിലേറിയ VD സതീശൻ സർക്കാർ ഇന്ന് 100ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. 100 ദിനങ്ങളിൽ വിവിധ വകുപ്പുകളിലായി ഒട്ടേറെ കർമ്മ പദ്ധതികൾ പൂർത്തിയാക്കാൻ UDF സർക്കാരിന് കഴിഞ്ഞു. ഇതിനിടയിലെത്തിയ ഓണത്തിനുള്ള മുന്നൊരുക്കങ്ങളും വലിയ വിവാദങ്ങളൊന്നുമില്ലാതെ മുന്നോട്ട് കൊണ്ടുപോകാനും സർക്കാരിനായിട്ടുണ്ട്. കടമെടുത്തായാലും മിക്കവാറും എല്ലാ മേഖലയിലെയും ബോണസും ഉത്സവബത്ത വിതരണവും ഒക്കെ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതും സർക്കാരിന് മുന്നിലെ വലിയൊരു പ്രതിസന്ധിയെ അതിജീവിക്കാനായി. സർക്കാരിന്റെ 100 ദിന കർമ്മ പദ്ധതികൾ ജൂലൈ 1 നിയമസഭയിലാണ് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചത്. ഇതും 55 ദിവസം പിന്നിട്ടു. 100 ദിന കർമ്മ പദ്ധതിയിൽ പ്രഖ്യാപിച്ച 541 പദ്ധതികളിൽ 80 എണ്ണത്തോളമാണ് ഇതുവരെ പൂർത്തിയാക്കാനായത്. മറ്റു പല പദ്ധതികളും പുരോഗതിയിലാണ്. UDF സർക്കാർ അധികാരത്തിലേറി 99 ദിവസം പിന്നിടുമ്പോൾ 100ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നടപ്പിലാക്കാനായ പ്രധാന പദ്ധതികളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കാം. അത് പറയുന്നതിന് മുൻപ് തന്നെ എനിക്ക് എടുത്തു പറയാനുള്ളത് നമ്മുടെ മുഖ്യമന്ത്രി നമ്മളോട് പെരുമാറുന്ന രീതിയെക്കുറിച്ചാണ്. ഒരുപാട് വീഡിയോകൾ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ചെയ്തിട്ടുണ്ട്. ഈ VD സതീശന് PR വർക്ക് നടത്തുകയല്ലേ എന്നുള്ള കമന്റുകൾ വരെ വന്നിട്ടുണ്ട്. അതിനോടൊന്നും എനിക്ക് യാതൊന്നും പ്രതികരിക്കാനില്ല. കാരണം ഒരാൾ പുകഴ്ത്തലിന് അർഹനാണെങ്കിൽ പുകഴ്ത്തുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇപ്പോ പിണറായി വിജയൻ ദേഷ്യപ്പെട്ടത് അഭിനയമായിരുന്നു എന്ന് നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ VD സതീശൻ ജനങ്ങളോട് പെരുമാറുന്ന രീതി, അദ്ദേഹത്തിന്റെ ആ സൗമ്യത, ആ സ്നേഹം, കരുണ, ഇതൊന്നും അഭിനയമല്ല എന്ന് തന്നെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അഭിനയമായിരുന്നെങ്കിൽ ഇതിനിടയിൽ എപ്പോഴെങ്കിലും ആ മുഖം മൂടി ഒന്ന് മാറിയേനെ. അതൊന്നും നമുക്കിതുവരെ കാണാൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പോൾ അഭിനയമാണെങ്കിൽ തന്നെ നമ്മളങ്ങ് സഹിച്ചു. അഭിനയമായിട്ടാണെങ്കിൽ പോലും നമ്മുടെ മുന്നിൽ നല്ല രീതിയിൽ പെരുമാറാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ടല്ലോ. പ്രത്യേകിച്ച് കുട്ടികളോടും, കൊച്ചു കുട്ടികളോടും വൃദ്ധരോടുമൊക്കെയുള്ള അദ്ദേഹത്തിന്റെ പെരുമാറ്റം ഏറെ പ്രശംസനീയമാണ്. വൃദ്ധരായിട്ടുള്ള ആളുകളൊക്കെ അദ്ദേഹത്തിന്റെ കൈ രണ്ടും മുറുകെ പിടിച്ചുകൊണ്ട് അവരുടെ കൈക്കുള്ളിലാക്കിക്കൊണ്ട് ഒരുപാട് സമയം വിതുമ്പി കരയുന്നത് കണ്ടിട്ടുണ്ട്. അത്രയും സമയം ക്ഷമയോടെ നിന്ന് അവരുടെ വികാരത്തിന് ഒരു ബഹുമാനം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെ കാണാനായി. അതൊന്നും അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ചെയ്യേണ്ട കാര്യമില്ല. ഒരാളൊരു ദുഃഖം പറയുമ്പോൾ ശരി, നമുക്ക് ശരിയാക്കാം എന്ന് പറഞ്ഞ് തോളിൽ തട്ടിയിട്ടങ്ങ് നടന്നു പോയാലും മതി, അദ്ദേഹം ജനകീയനായ മുഖ്യമന്ത്രിയാകും. പക്ഷേ മറ്റുള്ളവരുടെ വികാരങ്ങൾക്ക്, വൈകാരികതയ്ക്ക് എപ്പോഴും ഒരു മുൻഗണന കൊടുക്കുന്ന മുഖ്യമന്ത്രിയാണ് ശ്രീ VD സതീശനിൽ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേര് ഒരു സെൽഫി അദ്ദേഹത്തിന്റെ കൂടെ എടുത്തതിന്റെ പേരിൽ സന്തോഷിച്ച് തുള്ളിച്ചാടുന്ന വീഡിയോകളൊക്കെ കണ്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികളുമായിട്ട് കർച്ചീഫ് എറിഞ്ഞ് കളിക്കുന്ന മുഖ്യമന്ത്രി, അവരുമായിട്ട് സ്നേഹ സംഭാഷണത്തിൽ, സൗഹൃദ സംഭാഷണത്തിൽ ഏർപ്പെടുന്ന മുഖ്യമന്ത്രി, യുവാക്കളെ അതിൻ്റെതായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നു, മാധ്യമപ്രവർത്തകരെ അതിൻ്റെതായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്യുന്നു. എന്നാൽ ആരുടെയും മനസ്സിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഒരു പെരുമാറ്റം ഉണ്ടായില്ല എന്ന നല്ല കാര്യം കൂടി എടുത്തു പറയാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. നല്ലൊരു ഓണമായിട്ട് വന്നിരുന്ന് VD സതീശനെ പുകഴ്ത്തുകയാണ് നിന്റെ ജോലി എന്നൊന്നും ആരും വിചാരിക്കേണ്ട. നമ്മുടെ കണ്ണിൽ കാണുന്നതിനെ നമ്മൾ കൃത്യമായിട്ട് പറയുന്നു. പിണറായി വിജയൻ എന്നോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും മോശം കാര്യം ചെയ്തിട്ടുണ്ടോ? എൻ്റെ കുടുംബത്തെ ദ്രോഹിച്ചിട്ടുണ്ടോ? വ്യക്തിപരമായിട്ട് ഒന്നുമില്ല. അദ്ദേഹം വിമർശിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിനെ വിമർശിച്ചു. ശ്രീ VD സതീശൻ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു, എല്ലാവരോടും നല്ല രീതിയിൽ പെരുമാറുന്നു, ധാർഷ്ട്യവും തലക്കനവും അഹങ്കാരവും ഒന്നും കാണിക്കാതെ സ്നേഹത്തോടെയും ആ ഒരു സഹനശേഷിയോടെയും സഹിഷ്ണുതയോടും കൂടി പെരുമാറുന്നത് കൊണ്ട് അദ്ദേഹത്തിനെ കുറിച്ച് അങ്ങനെ സംസാരിക്കുന്നു. അത്രയേ ഉള്ളൂ. ഏതായാലും നമുക്ക് ആ പ്രധാന പദ്ധതികളിലേക്ക് പോകാം. ഇതുവരെ ഏതൊക്കെ പദ്ധതികൾ വിജയകരമായി ഈ സർക്കാർ പൂർത്തിയാക്കി എന്നതിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും കൃത്യമായിട്ട് ഇതൊന്ന് കണ്ടിരിക്കണം. കാരണം എന്തൊക്കെയാണ് ഈ സർക്കാർ ചെയ്യുന്നത്, പുതിയതായിട്ടുള്ള എന്തൊക്കെ പദ്ധതികളാണ് നമ്മുടെ നാട്ടിൽ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്, ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ആദ്യം തന്നെ പ്രിയദർശിനി സൗജന്യ ബസ് യാത്ര. എല്ലാവർക്കും അറിയാം, പ്രകടന പത്രികയിലെ സുപ്രധാന പ്രഖ്യാപനം തന്നെ ആദ്യം നടപ്പിലാക്കി മാതൃക കാട്ടാനായത് സർക്കാരിന് വലിയ നേട്ടമായി. പ്രിയദർശിനി എന്ന പേരിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കാണ് സൗജന്യ യാത്ര. വനിതകളുടെ രാത്രികാല യാത്ര സുരക്ഷിതമാക്കാൻ ഇവർക്ക് മാത്രമായുള്ള പിങ്ക് ബസ് സർവീസും സർക്കാർ തുടങ്ങി. സാമൂഹിക രംഗത്ത് ഏറെ ചലനം സൃഷ്ടിച്ച മറ്റൊരു പദ്ധതിയാണ് ഓപ്പറേഷൻ തൂഫാൻ. ലഹരി മാഫിയകൾക്കെതിരെ പൊതുജന പങ്കാളിത്തത്തോടെ ജനകീയ പ്രതിരോധം തീർക്കുക
തുക എന്ന കേരള പോലീസ് നടപ്പിലാക്കുന്ന പദ്ധതി വഴി ഇതുവരെ 10,000-ലേറെ പേരെയാണ് അറസ്റ്റ് ചെയ്തത്. സിന്തറ്റിക് ഡ്രഗ്സിന്റെ അതിവേഗ വ്യാപനത്തെ പ്രതിരോധിക്കാൻ ഈ പദ്ധതി വലിയ തോതിൽ സഹായിച്ചിട്ടുണ്ട്. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കി ഉയർത്തി ഉത്തരവിറക്കാൻ കഴിഞ്ഞത് റബ്ബർ കർഷകർക്ക് ഏറെ ആശ്വാസകരമായ തീരുമാനമായി. ഭരണ സൗകര്യാർത്ഥം പുതിയ ജില്ലകളും താലൂക്കുകളും രൂപീകരിക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കമ്മീഷനെ നിയോഗിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചതും നേട്ടമാണ്. ഏറെ നാളായി പുതിയ ജില്ലകൾക്കും താലൂക്കുകൾക്കുമായുള്ള മുറവിളി ശക്തമാണ്. എന്നാൽ കമ്മീഷനെ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. മുൻഗണനാ വിഭാഗത്തിന് 73,024 റേഷൻ കാർഡുകൾ വിതരണം ചെയ്യാൻ കഴിഞ്ഞു. 50,000 റേഷൻ കാർഡ് അനുവദിക്കാനായിരുന്നു സർക്കാർ ലക്ഷ്യമിട്ടിരുന്നത്. പോലീസ് സ്റ്റേഷനുകളെ കൂടുതൽ ജനകീയമാക്കാൻ സ്വീകരിച്ച ഒരു നടപടിയാണ് മൈ പോലീസ് സ്റ്റേഷൻ. SHO തസ്തിക SIയുടേതാക്കി 2 പോലീസ് സ്റ്റേഷനുകളുടെ വീതം മേൽനോട്ട ചുമതല ഇൻസ്പെക്ടർമാർക്ക് നൽകി. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷൻ വളപ്പുകളിലും പരിസരങ്ങളിലും വർഷങ്ങളായി കട്ടപ്പുറത്ത് കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ആഭ്യന്തര വകുപ്പ് ആവിഷ്കരിച്ച ഒരു പദ്ധതിയാണ് സ്പേസ്. പിന്നെ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് KSU യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിച്ച കേസിൽ ADGP MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനായതും ഈ സർക്കാരിന്റെ രാഷ്ട്രീയ നേട്ടമായി വിലയിരുത്തപ്പെടുന്നു. ജില്ലാതല ബാലസംരക്ഷണ സംവിധാനങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ ഏകോപിപ്പിക്കാനായി സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷനിൽ ഏകീകൃത ഡിജിറ്റൽ ഡാഷ്ബോർഡ് സംവിധാനം തുടങ്ങി. വായ്പ തിരിച്ചടവിൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസമേകി 3 മാസത്തെ പ്രത്യേക ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയായ ആശ്വാസം നടപ്പിലാക്കി. ഈ പദ്ധതിയിലൂടെ പിഴപ്പലിശ പൂർണ്ണമായി ഒഴിവാക്കുകയും പലിശയിൽ വിവിധ സ്ലാബുകളിലായി 50% വരെ ഇളവ് നൽകുകയും ചെയ്യും. മത്സര പരീക്ഷാ പരിശീലനത്തിന് അവസര സമത്വമൊരുക്കാൻ പൊതുവിദ്യാലയങ്ങളിലെ +1, +2 ക്ലാസ്സിലെ എല്ലാ കുട്ടികളെയും സ്കൂൾ പഠനത്തിനൊപ്പം നീറ്റ്, കീം തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് സജ്ജരാക്കാനുള്ള ഫൗണ്ടേഷൻ കോഴ്സുകൾ നൽകുന്ന മുകുളം പദ്ധതിക്ക് തുടക്കമിട്ടു. പൊതുവിദ്യാഭ്യാസം മെച്ചപ്പെടുത്താൻ സ്കൂൾ ഓഫ് എക്സലൻസ് അവാർഡ് നൽകുന്ന പദ്ധതിയാണ് പ്രതിഭാശ്രീ. ഉപജില്ല, ജില്ലാ, സംസ്ഥാന തലത്തിൽ മികച്ച LP, UP, HS, HSS സ്കൂളുകൾക്ക് പുരസ്കാരം നൽകും. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ 1 മുതൽ 12 വരെ ക്ലാസുകളിലെ അക്കാദമിക നിലവാരം ഉയർത്തുന്നതിനായുള്ള സമഗ്ര ഡിജിറ്റൽ അക്കാദമിക മോണിറ്ററിംഗ് സംവിധാനമായ താരാപഥം പദ്ധതിക്ക് തുടക്കമിട്ടു. ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ, തീരദേശ മേഖല എന്നിവിടങ്ങളിലെ സാമ്പത്തികമായും സാമൂഹികമായും പിന്നാക്കം നിൽക്കുന്ന ഒറ്റപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠനം ഉറപ്പുവരുത്താനായുള്ള ഏകാധ്യാപക വിദ്യാലയങ്ങളുടെ നവീകരണ പദ്ധതിയാണ് മധുരിതം. ഏകാധ്യാപക വിദ്യാലയങ്ങൾക്ക് LP സ്കൂൾ പദവി നൽകുന്നതും പരിഗണനയിലുണ്ട്. ഹൈസ്കൂളുകളിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, റോബോട്ടിക്സ് സാങ്കേതിക വിദ്യകളിൽ അധിഷ്ഠിതമായ അത്യാധുനിക പരീക്ഷണ ശാഖകൾ എന്നിവ സ്ഥാപിക്കാനും മേഖലകളുമായി ബന്ധപ്പെട്ട അടിസ്ഥാന അവബോധം കുട്ടികളിൽ ഉണ്ടാക്കുന്നതിനുമായുള്ള വിദ്യാഭ്യാസ പദ്ധതിയായ എറൈസിന് രൂപം നൽകി. ഓട്ടോറിക്ഷകളിൽ അമിത നിരക്ക് ഈടാക്കുന്നത് തടയാൻ 100 തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പുനഃപരിശോധന ക്യാമ്പ് നടത്തി. ഫെയർ മീറ്ററുകളുടെ പുനഃപരിശോധന, മുദ്രവയ്പ് എന്നിവ ഇതിലൂടെ നടത്തും. നിലവിലെ 6 മാവേലി സ്റ്റോറുകളെ സൂപ്പർ സ്റ്റോറുകളാക്കി. 2 മാവേലി സ്റ്റോറുകളെ സൂപ്പർ മാർക്കറ്റുകളായും അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. കൺവീനിയൻസ് ഷോപ്പിംഗ് വിപുലമാക്കുന്നതിനായി സപ്ലൈകോ കൊച്ചി വൈറ്റിലയിൽ കൺവീനിയന്റ് സ്റ്റോർ പൈലറ്റ് പ്രോജക്റ്റായി തുടങ്ങും. ഉന്നതികളിൽ സഞ്ചരിക്കുന്ന റേഷൻ കട തുടങ്ങി. കാസർഗോഡ്, കോഴിക്കോട്, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കണ്ണൂർ ജില്ലകളിലെ ആദിവാസി ഉന്നതികളിലാണ് ഈ പദ്ധതി. സംസ്ഥാന GST വകുപ്പ് നടത്തിയ ഓപ്പറേഷൻ ഔറം വഴി 70 കോടിയുടെ വിറ്റുവരവ് നികുതി വെട്ടിപ്പ് കണ്ടെത്തി. 2.87 കോടി രൂപ പിടിച്ചെടുത്തു. ഫയൽ നീക്കം വേഗത്തിലാക്കാൻ എല്ലാ വകുപ്പുകളിലും AI അധിഷ്ഠിത ഭരണനിർവഹണം നടപ്പാക്കും. KSRTCയിൽ ടിക്കറ്റ് വെട്ടിപ്പ് തടയാൻ AI അധിഷ്ഠിത സംവിധാനം നടപ്പിലാക്കി. തുറമുഖ അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ വികസിപ്പിക്കാനായി 400 കോടിയുടെ ബൃഹത് പദ്ധതിയായ മിഷൻ സമുദ്ര ഈ സർക്കാരിന്റെ വലിയൊരു നേട്ടമാണ്. 20 ലക്ഷം രൂപ വരെ വില വരുന്ന ഇലക്ട്രിക് വാഹനങ്ങളുടെ നികുതി കുറച്ചു. സ്റ്റേജ് കാരിയേജുകളുടെയും ടൂറിസ്റ്റ് ബസ്സുകളുടെയും നികുതി കുറച്ചു. മത്സ്യം വിൽക്കുന്ന സ്ത്രീകൾക്ക് ഈ സ്കൂട്ടർ ലഭ്യമാക്കി. ആശാ വർക്കർമാർ, അംഗനവാടി ജീവനക്കാർ, സ്കൂൾ പാചക തൊഴിലാളികൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ വേതനം വർദ്ധിപ്പിച്ചു. തദ്ദേശ സ്ഥാപനങ്ങളിൽ ഓൺലൈൻ ഗ്രാമസഭ നടപ്പാക്കും. വയോജനങ്ങൾ, പ്രവാസികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവർക്ക് ഓൺലൈനായി ഗ്രാമസഭയിൽ പങ്കെടുക്കാം. ഇതുകൂടാതെ ഒട്ടേറെ വയോജന വകുപ്പുണ്ടാക്കി. ഈ വൃദ്ധ മന്ദിരത്തിന് പകരമായിട്ട് സ്നേഹാലയം എന്ന പേരിട്ടു. ഒരുപാട് കാര്യങ്ങൾ വേറെയും
സർക്കാർ ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുരോഗതിയിലാണ്. എല്ലാം നടക്കട്ടെ. കുറേയേറെ രാഷ്ട്രീയ താല്പര്യങ്ങളൊക്കെ എല്ലാ പാർട്ടിക്കാർക്കും ഉണ്ടാകുമെങ്കിലും പരമമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യം, ജനാധിപത്യത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, ഭരണത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് നാടിന്റെ വികസനമാണ്, നാട്ടിലെ ഓരോ വ്യക്തിയുടെയും പുരോഗതിയാണ് എന്നത് മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു സർക്കാരാണ് എന്ന് തന്നെ നമ്മൾ വിചാരിക്കുന്നു. തുടർന്നും ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടപ്പിലാക്കാൻ, നാടിനെ വികസിപ്പിക്കാൻ സർക്കാരിന് കഴിയട്ടെ. ഈ നല്ല ദിനത്തിൽ സർക്കാരിന് എല്ലാവിധ ആശംസകളും.